ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫേസ്ബുക്കിൽ 60 ലക്ഷത്തിലധികം ആൾക്കാർ കണ്ട് വൈറലാക്കിയ ഒരു സവാളേൻ്റെ റെസിപ്പി ഉണ്ടല്ലോ, ആ റെസിപ്പി ഉണ്ടാക്കുന്നതാണെന്ന് ഞാൻ വീഡിയോയിലിട്ടിട്ടുള്ളത്. 4 സവാളയാണ് കേട്ടോ ഈ റെസിപ്പി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. അത് തോലൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ഇതുപോലെയാണ് മുറിച്ചെടുക്കേണ്ടത്. ആ കൂടി നിൽക്കുന്ന പീസുകളൊക്കെ വേറെ വേറെ അല്ലി വിടർത്തിയിടണം, എന്നാലേ അരപ്പൊക്കെ ശരിക്കും അതിൽ പിടിക്കുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, 2 ടേബിൾ സ്പൂണ് വിനാഗിരി, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇത്രയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ആ സവാള അരിഞ്ഞതൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ 3 പച്ചമുളക് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ചെറുനാരങ്ങ നീര്, ഒരു നാരങ്ങേൻ്റെ നീരാണ്, അത് ഒഴിച്ചു കൊടുക്കുക. വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഈ കുരുമുളക് പൊടി നാരങ്ങ നീരൊക്കെ ഞാൻ എൻ്റെ ഒരു രീതിക്ക് ചേർത്തതാണ് കേട്ടോ. വിനാഗിരി അധികം ചേർത്തതിനേക്കാളും നല്ലത് ഒരു നാരങ്ങേൻ്റെ നീര് ചേർത്താണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു നാരങ്ങേൻ്റെ നീര് പിഴിഞ്ഞതിലൊഴിച്ചത്. ഇപ്പോൾ അത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് ഒരു 5 മിനിറ്റ് അതിലേക്ക് പിടിക്കട്ടെ. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കുക. ചട്ടി ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അപ്പം കടുക് നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു 3 വറ്റൽമുളക് ഞാനതിൽ ചെറുതാക്കി മുറിച്ചിട്ടെടുത്തിട്ടുണ്ട്. മുളകൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നല്ലോ, അതിലിട്ട് കൊടുക്കുക. കറിവേപ്പില നല്ലോണം ഒന്ന് മൂക്കണം. അപ്പം കറിവേപ്പില മുളകൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി ആ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, കായപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മുളക് പൊടീൻ്റെയും മഞ്ഞൾപ്പൊടീൻ്റെയും ഒക്കെ പച്ചമണം ഒന്ന് മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ മുളക് പൊടിയൊക്കെ നല്ലോണം പച്ചമണമൊക്കെ മാറി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നല്ലൊരു ഡ്രൈ ആയ മാതിരിയുണ്ട്. ഇനിയിപ്പോൾ ഇത് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഉപ്പും പുളിയൊക്കെ പോരെങ്കിൽ വിനാഗിരി ലേശം കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിത് ഉപ്പ് നോക്കിയപ്പോൾ ലേശം ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഒരു ലേശം ഉപ്പും കൂടി അതിൽ ചേർത്തിയിട്ടുണ്ട്. 1 ടീസ്പൂണും കൂടി വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ, ദോശേൻ്റെ കൂടെ, ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ അത്. ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കി, അന്ന് പിന്നെ വീഡിയോ പിടിക്കാൻ കഴിഞ്ഞില്ല, വീഡിയോ ഇടാനും കഴിഞ്ഞില്ല. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇങ്ങനെയൊരു റെസിപ്പി ഇനി ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.